ഭാരത് ന്യായ യാത്ര നിർത്തിവെച്ചിട്ട് വയനാടിൻ്റെ ജനനായകൻ രാഹുൽ ഗാന്ധി ഇന്ന് രാത്രിയോടെ വയനാട്ടിലെത്തും. ഉത്തർപ്രദേശിൽ പ്രവേശിച്ച ഭാരത് ന്യായ യാത്ര താൽക്കാലികമായി നിർത്തിവെച്ചിട്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് പറക്കുന്നത്. സ്വന്തം മണ്ഡലമായ വയനാട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ജനനായകൻ രാഹുൽ ഗാന്ധി എവിടെയെന്നാണ് ചോദ്യം വരുന്നത്. രാഹുൽ ഗാന്ധി വരുന്ന കാര്യം കോൺഗ്രസ് മാധ്യമ വിഭാഗം മേധാവി ജയറാം രമേശാണ് അറിയിച്ചത്. വയനാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം അവിടെ വേണമെന്ന ആവശ്യം കണക്കിലെടുത്താണ് അദ്ദേഹം വരുന്നത്. നിലവിൽ ഭാരത് ന്യായ യാത്ര യുപിയിലെ വാരാണസിയിൽ എത്തി നിൽക്കുകയാണ്. രാഹുൽ മടങ്ങിയെത്തിയതിനു ശേഷം മാത്രമേ യാത്ര പുനരാരംഭിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് യാത്ര യുപിയിൽ പ്രവേശിച്ചത്. ഇന്ന് വാരാണസിയിൽ പദയാത്ര ആരംഭിച്ചതിന് പിന്നാലെ രാഹുൽ ക്ഷേത്ര ദർശനമടക്കമുള്ളവ നടത്തിയിരുന്നു. കാട്ടാന ആക്രമണത്തിൽ വാച്ചർ കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ ജില്ലയിൽ വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. ഈ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ അസാന്നിധ്യത്തെ അതിനെക്കുറിച്ചുള്ള പരാതികൾ ഉയർന്നിരുന്നു. ഇതുകൂടി കണക്കിലെടുത്താണ് MP കൂടിയായ രാഹുൽ വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാട്ടിലെ ജനങ്ങളുടെ വികാരം അവിടെയുള്ള നേതാക്കൾ രാഹുൽ ഗാന്ധിയെ നേരത്തെ അറിയിച്ചിരുന്നു. നാട്ടുകാരുടെ പ്രതിഷേധം കനത്തതോടെ പുൽപ്പള്ളിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പ്രതിഷേധം സംഘർഷത്തിലേക്ക് കടന്നതോടെയാണ് പുൽപ്പള്ളിയിൽ നാളെ വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. മരിച്ച പോളിൻ്റെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ ധനസഹായം നൽകും. കുടുംബത്തിന് പണം ഇന്ന് തന്നെ കൈമാറുമെന്ന് ADM ദേവകി അറിയിച്ചു. നാട്ടുകാരുടെ പ്രതിഷേധത്തിന് വഴങ്ങിയാണ് മുഴുവൻ തുകയും ഉടൻ തന്നെ നൽകാൻ ധാരണയായത്. തുടക്കത്തിൽ 5 ലക്ഷം നൽകാനായിരുന്നു നീക്കം. പോളിൻ്റെ മകളുടെ പഠനം സർക്കാർ ഏറ്റെടുക്കും. ഭാര്യയ്ക്ക് താൽക്കാലിക ജോലി നൽകാനും തീരുമാനമായി. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ തുടർച്ചയായി മരണങ്ങളുണ്ടാകുന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിച്ചു. വയനാട്ടിലെ ജനങ്ങളുടെ ആശങ്ക അടിയന്തരമായി പരിഹരിക്കണമെന്ന് സതീശൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നും സ്ഥിതിഗതികൾ കൈവിട്ടു പോകാതിരിക്കാൻ ജാഗ്രത പുലർത്തണമെന്നും സതീശൻ പറഞ്ഞു. വനംവകുപ്പ് ജീവനക്കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷമാണ് പുൽപ്പള്ളിയിലുണ്ടായത്. ജനങ്ങൾക്ക് നേരെ പോലീസ് ലാത്തി വീശി. പോലീസിന് നേരെ പ്രതിഷേധക്കാർ കുപ്പിയും കല്ലും കസേരയും ഒക്കെ വലിച്ചെറിഞ്ഞു. MLA മാർക്ക് നേരെ വെള്ളം നിറച്ച കുപ്പിയും എറിഞ്ഞു. പോലീസിന് നേരെ പ്രതിഷേധക്കാർ ഗോബൈക്ക് വിളികളും നടത്തി. സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മുൻനിരയിൽ നിന്നാണ് പ്രതിഷേധിക്കുന്നത്. പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ് മൃതദേഹവുമായി ജനങ്ങൾ പ്രതിഷേധിച്ചത്.